السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുൽ കബായിർ എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 13-ാമത്തെ അധ്യായമായ ബാബുൻ ദിക്റു ഖസ്വത്തിൽ ഖൽബ്, ഹൃദയകാഠിന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം. അതിലെ ആയത്തുകളും ഹദീസുകളും നമ്മൾ മനസ്സിലാക്കി. ആ ഭാഗത്ത് 2 ഹദീസുകൾ കൂടി വായിക്കാനുണ്ട്. കഴിഞ്ഞ ദർസിൽ എന്താണ് ഖസ്വത്തുൽ ഖൽബ് അഥവാ ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെത്രമാത്രം ഗുരുതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരാളുടെ ഹൃദയം കടുത്തുപോയാൽ അതിൻ്റെ അനന്തരഫലമെന്നത് വളരെ ഗുരുതരമാണ്. നന്മകളൊന്നും പിന്നെ ആ ഹൃദയത്തിലേക്ക് കടക്കുകയില്ല. ഇരുട്ടുകൾ നിറഞ്ഞ രൂപത്തിലായിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയം. അത് വലിയ മാരകമായ രോഗമാണ്, ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ്, അഥവാ വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹൃദയകാഠിന്യത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തിയത് അതിൻ്റെ വക്താക്കളായ യഹൂദികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ ഹൃദയം കടുത്തുറച്ചത് ഏത് രൂപത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. ഷെയ്ഖ് റഹിമഹുല്ലാ ഖസ്വത്തുൽ ഖൽബുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന അധ്യായത്തിൽ ആദ്യമായി ഈ ഖസ്വത്തുൽ ഖൽബ്, ഹൃദയകാഠിന്യം എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണം ബോധിപ്പിക്കുന്ന, എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്ന ആയത്ത് പറയുകയുണ്ടായി. ശേഷം ഹൃദയകാഠിന്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പോംവഴികളാണ് പിന്നീടുള്ള ആയത്തുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിരുന്നു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ്, പരിശുദ്ധ ഖുർആൻ, അതിലെ ആയത്തുകൾ ഹൃദയങ്ങൾക്ക് നൈർമല്യം നൽകും, ഹൃദയകാഠിന്യം ഇല്ലാതെയാക്കി തീർക്കും. അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, അള്ളാഹുവിനുള്ള ദിക്റിലേക്ക് മടങ്ങിയാൽ കടുത്ത ഹൃദയം നൈർമല്യമായ ഹൃദയമായി മാറുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ക്ഷണിച്ചു അള്ളാഹുവിൻ്റെ ദിക്റിലേക്കും അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും മടങ്ങാൻ അവർക്ക് സമയമായില്ലേ? ഈ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നമ്മൾ വായിച്ചിരുന്നു. അഥവാ നിങ്ങൾ കാരുണ്യമുള്ളവരാവുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും. നിങ്ങൾ വിട്ടുവീഴ്ചയുള്ളവരാവുക എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും പുറത്തു നൽകും, വിട്ടുവീഴ്ച നൽകും. വാക്കുകളെല്ലാം കേൾക്കുകയും എന്നിട്ട് അത് ഉപകാരപ്പെടുത്താതെ ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പുറത്തേക്ക് വിടുന്നവർക്കും അറിഞ്ഞുകൊണ്ട് തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവർക്കും നാശം, നരകം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നമ്മൾ മനസ്സിലാക്കി. ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ ആ ഭാഗത്ത് 2 ഹദീസുകൾ കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. വലി തിർമിദി അൻഹു മർഫൂഅൻ, ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ് ഫഇന്ന കസ്റത്തൽ കലാമി
ബിഗൈരി ദിക്രില്ലാഹി ഖസ്വതുൻ ലിൽ ഖൽബി വഇന്ന അബ്അദൽ ഖുലൂബി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. അല്ലാഹുവിനുള്ള ദിക്റല്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. തീർച്ചയായും അള്ളാഹുവിനുള്ള ദിക്റല്ലാത്ത സംസാരങ്ങൾ എന്നത് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഹൃദയകാഠിന്യമുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹുവുമായി വിദൂരം പാലിക്കുന്ന ഹൃദയം എന്നത് കടുത്തുപോയ ഹൃദയമാകുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ പേടിപ്പെടുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദിക്റല്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും സംസാരങ്ങൾ അളന്നു നോക്കിയാൽ ദിക്ർ എന്നത് തുച്ഛമായിരിക്കും. അതല്ലാത്ത സംസാരങ്ങളിലാണ് നമ്മൾ വ്യാപൃതരാവാറുള്ളത്. കൂടുതൽ സംസാരിക്കുക, ഒരുപാട് സംസാരിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമാണ്. ഒരുപാട് സംസാരിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് വിലക്കപ്പെട്ടത്? ഒരുപാട് സംസാരിക്കുക എന്നുള്ളത് ഹൃദയത്തിന് കടുപ്പമുണ്ടാക്കും, ഹൃദയകാഠിന്യമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുപ്പം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുമായി അകന്നു പോവുകയാണ് ചെയ്യുക ഹൃദയകാഠിന്യം ബാധിച്ച ഒരാൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞത്. ധാരാളമായി ദിക്റല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ ഹൃദയത്തിന് കടുപ്പമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബഹുദൂരം അകന്നു പോകുന്ന ഹൃദയം എന്നത് കടുത്തുറച്ച ഹൃദയമാണ്. ആരുടെ ഹൃദയമാണോ കടുത്തുപോയത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി അയാളുടെ ഹൃദയത്തിന് വലിയ അകലമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ കസുറ കലാമുഹു കസുറ സഖതുഹു. ആരുടെയെങ്കിലും സംസാരം വർദ്ധിച്ചാൽ അയാളുടെ വീഴ്ചയും വർദ്ധിക്കും, ഒരുപാട് അബദ്ധങ്ങൾ അയാൾക്ക് സംഭവിക്കും. വമൻ കസുറ സഖതുഹു ഖല്ല ഹയാഉഹു. ആരുടെയെങ്കിലും വീഴ്ചകൾ വർദ്ധിച്ചാൽ, ഒരുപാട് അബദ്ധങ്ങൾ ഒരാൾക്ക് സംഭവിച്ചാൽ അയാളുടെ ലജ്ജ കുറഞ്ഞു പോകും. വമൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു. ആരുടെയെങ്കിലും ഹയാ, ലജ്ജ കുറഞ്ഞു പോയാൽ അയാളുടെ തഖ്വ, സൂക്ഷ്മത അത് കുറഞ്ഞു പോകും. വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു. ആരുടെയെങ്കിലും സൂക്ഷ്മത, തഖ്വ കുറഞ്ഞു പോയാൽ അയാളുടെ ഹൃദയം മരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണെന്ന് നോക്കൂ നിങ്ങൾ. ഒരുപാട് സംസാരിച്ചാൽ ഒരുപാട് വീഴ്ചകളുണ്ടാകും. അത് സഹോദരങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ദിവസങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മളൊന്ന് വീണ്ടും വിചാരം നടത്തി നോക്കിയാൽ പലതും നമുക്ക് തോന്നും അത് പറയരുതായിരുന്നു, പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരുപാട് വീഴ്ചകളുണ്ടാകും. എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ്, അവസരത്തിന് അനുയോജ്യമാണോ എന്നൊന്നും ചിന്തിക്കാതെ ഒരുപാട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് വീഴ്ചകളുണ്ടാകും. വീഴ്ചകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ലജ്ജയുമില്ലാതെയാകും. നോക്കൂ, ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വീഴ്ചകൾ ഉണ്ടാകുന്ന ആളുകളെ നമ്മൾ ഓരോരുത്തരെയും പരിശോധിച്ചാൽ മതി. നമ്മളൊരാളും മറ്റുള്ളവരിലേക്ക് ചൂണ്ടി നോക്കാതെ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക. ഹയാ നഷ്ടപ്പെടും. പിന്നെ എവിടെയും എന്തും വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ ലജ്ജ നഷ്ടപ്പെടും. പിന്നെ ആരെക്കുറിച്ചും എന്തും എവിടെ വെച്ചും എപ്പോഴും പറയാൻ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. നാവിന് ലൈസൻസ് ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ആയിരിക്കും. എത്ര സത്യമാണെന്ന് നോക്കൂ നിങ്ങൾ. ഹയാ നഷ്ടപ്പെടും. ഹയാ നഷ്ടപ്പെട്ടാലോ വറഅ നഷ്ടപ്പെടും. സൂക്ഷ്മത, തഖ്വ, ശ്രദ്ധ, ദീനി ബോധം നഷ്ടപ്പെടും. ലജ്ജ എന്നത് ദീനിലെ വലിയ ഒരു സ്വഭാവ ഗുണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. അതൊരാളുടേത് കുറഞ്ഞു പോയാൽ അയാളുടെ വറഅ ഇല്ലാതെയായി പോകും. ദീനിയായ സൂക്ഷ്മത അയാളിൽ നിന്ന് കുറഞ്ഞു പോകും. ഇതൊക്കെ ഒരാളിൽ സംഭവിച്ചാൽ മാത ഖൽബുഹു, അയാളുടെ ഹൃദയം ചത്തുപോകും, മരിച്ചു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്ത ഭാഗം സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആ അവസരത്തിൽ ആയത്തുകളും ഹദീസുകളും നമുക്ക് കേൾക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ ഉദ്ധരിച്ച ഹദീസ് ഹൃദയകാഠിന്യമുണ്ടാക്കുന്ന
കാരണങ്ങളിലൊന്നാണ് സംസാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ദിക്റല്ലാത്ത സംസാരം വർദ്ധിപ്പിച്ചാൽ ഹൃദയകാഠിന്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഒരാൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ പല സന്ദർഭങ്ങളിലും ദിക്റുകളുണ്ട്. അത് നമ്മളെല്ലാവരും ആ ദിക്റുകൾ മുഴുവനും ചൊല്ലാൻ നിന്നാൽ പിന്നെ അനാവശ്യ സംസാരത്തിന് നമുക്ക് സമയം ഉണ്ടാവില്ല. രാവിലെ ചൊല്ലാനുള്ള ദിക്റുകൾ, അതിൻ്റെ കൂടെയുള്ള 100 തവണ ചൊല്ലേണ്ട ദിക്റുകൾ, ഒരു ദിവസം 100 തവണ ചൊല്ലേണ്ട ദിക്റുകൾ, ഇങ്ങനെയുള്ള ഓരോന്നും കൃത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംസാരം കുറയും. ദിക്റല്ലാത്ത സംസാരങ്ങൾ നമ്മൾ ഭയപ്പെടണം, പേടിക്കണം എന്നുള്ളതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിൻ്റെ അപകടം എന്താണെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹുവുമായി അടുപ്പം കിട്ടുകയില്ല. വഇന്ന അബ്അദൽ ഖുലൂബി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. അള്ളാഹുവുമായി അകന്നുപോകുന്ന ഹൃദയങ്ങൾ എന്നാൽ കടുത്തുപോയ ഹൃദയമാണ്. അള്ളാഹുവുമായി അടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അള്ളാഹുവുമായുള്ള ഹൃദയബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ ആരുമായിട്ടാണ് നമുക്ക് ഹൃദയബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ഹൃദയബന്ധത്തിന് സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്, മാധുര്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ ഉദ്ധരിച്ചു, വലഹുമ അൻ ജരീറിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിമും ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മല്ലാ യർഹമിൻ നാസ ലാ യർഹമുഹുല്ലാഹ് അഖ്റജാഹു. ആരാണോ ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തത്, അള്ളാഹു അവരോടും കാരുണ്യം കാണിക്കുകയില്ല. മല്ലാ യർഹമിൻ നാസ ലാ യർഹമുഹുല്ലാഹ്. ആരാണോ ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തത്, അള്ളാഹു അവരോടും കാരുണ്യം കാണിക്കുകയില്ല. കഴിഞ്ഞ ദർസിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് വായിച്ചിരുന്നു. നിങ്ങൾ കരുണയുള്ളവരാവുക, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഈ ഹദീസ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ ഉദ്ധരിച്ചത്, എന്താണോ നമ്മുടെ പ്രവർത്തനം അതിനനുസരിച്ചായിരിക്കും നമുക്കുള്ള പ്രതിഫലം. ഒരു ഖായിദ, നിയമം പറയപ്പെടാറുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ പ്രവർത്തനം, പ്രവർത്തനത്തിന് അനുയോജ്യമായതായിരിക്കും പ്രതിഫലം. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കിയാൽ, നമ്മൾ കരുണ കാണിച്ചാൽ അള്ളാഹു നമുക്കും കരുണ ചെയ്യും. മുന്നേ വായിച്ച ഹദീസിൽ വന്നതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാനും അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകാനും ഒക്കെ കാരണമാകും. അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാക്കാനുള്ള കാരണമാണ്. കരുണ ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നതൊക്കെ നമ്മുടെ ഹൃദയങ്ങൾക്ക് നൈർമല്യം ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം, നല്ല പ്രതിഫലം നമുക്ക് ലഭിക്കും. അതല്ല തിരിച്ചാണെങ്കിൽ അതിൻ്റെ തിക്തഫലമായിരിക്കും ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരിക എന്നതാണ് ഈ ഹദീസ് ഷെയ്ഖ് റഹിമഹുല്ലാ അവിടെ ഉദ്ധരിക്കാനുള്ള സാഹചര്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, ആ അധ്യായത്തിൽ രോഗവും മരുന്നും ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. രോഗമെന്നത് ഹൃദയകാഠിന്യമാണ്. ഹൃദയകാഠിന്യം ഉണ്ടാവാനുള്ള കാരണം ആദ്യം നമ്മൾ വായിച്ച ആയത്തിൽ പറഞ്ഞതുപോലെ, ഫബിമാ നഖദിഹിം മീസാഖഹും, അള്ളാഹുമായി ഏർപ്പെട്ട ഉടമ്പടി, കരാറുകൾ അവർ ലംഘിക്കുകയുണ്ടായി. യഹൂദികൾ, നമ്മൾ ഓരോരുത്തരും, അള്ളാഹുവിൻ്റെ അടിമകളായ ഓരോരുത്തരും അള്ളാഹുവുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് വഴിപ്പെടാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, അവൻ നിശ്ചയിച്ച കൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കാൻ, ഇതൊക്കെ അള്ളാഹുവുമായുള്ള കരാറാണ്. ആ കാര്യങ്ങൾ ലംഘിക്കുന്നതോടുകൂടി നമ്മുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യമുണ്ടാകും. തിന്മകളിൽ ഏർപ്പെടുമ്പോൾ, പാപങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഹൃദയങ്ങൾ കടുത്തുപോകും. അതുപോലെ അവർക്ക് സംഭവിച്ചതാണ് യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, അള്ളാഹുവിൻ്റെ വാക്കുകൾ, ആയത്തുകൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ തെറ്റിച്ചു കളഞ്ഞു. ഇതൊക്കെ അവരുടെ ഹൃദയങ്ങൾ പാറക്കല്ലിനേക്കാൾ കടുത്തുറച്ചു പോവാനുള്ള കാരണമായി തീർന്നിരിക്കുന്നു. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള മരുന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ചില ആയത്തുകളും ഹദീസുകളും
ഉദ്ധരിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അഥവാ അള്ളാഹുവിലേക്ക് മടങ്ങുക, റബ്ബിൻ്റെ ദിക്റിലേക്ക് മടങ്ങുക, നന്മകൾ പ്രവർത്തിക്കുക, കരുണയുള്ളവരാവുക, വിട്ടുവീഴ്ചയുള്ളവരാവുക, ഇതൊക്കെ ഹൃദയം കടുത്തു പോകാതിരിക്കാനുള്ള കാരണമാണ്. കടുത്തുറച്ച ഹൃദയങ്ങൾ അത് നൈർമല്യത്തിലേക്ക് തിരിച്ചു മടങ്ങാനുള്ള കാരണമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായി 14-ാമത്തെ അധ്യായം ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റു ളഅഫിൽ ഖൽബി, ഹൃദയത്തിൻ്റെ ദുർബലതയുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന അധ്യായം. ഹൃദയം കടുത്തുറച്ചു പോകുന്ന കാര്യമാണ് തൊട്ടു മുന്നേ നമ്മൾ സൂചിപ്പിച്ചത്, അഥവാ ഷെയ്ഖ് റഹിമഹുല്ല അധ്യായമായി കൊണ്ടുവന്നത്. ഈ അധ്യായം എന്നത് ഹൃദയത്തിൻ്റെ ദുർബലതയെക്കുറിച്ച് അറിയിക്കുന്നതാണ്. ഹൃദയം ദുർബലപ്പെട്ടു പോവുക എന്നത് വൻപാപങ്ങളിൽ പെട്ട ഒരു പാപമാണ്. എന്താണ് ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ സംഭവിക്കുക? ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിചാരം ഒരാളുടേത് മോശമായി പോകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ദുർബലമായ ഹൃദയമാണെങ്കിൽ ദീനിൽ നിന്ന് തെറിച്ചു പോകാൻ അത് കാരണമായി തീരും. ദീൻ ഉപേക്ഷിക്കാൻ കാരണമായി തീരും. ദീനിൽ നിന്ന് പിന്നോട്ടടിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഹൃദയം ബലഹീനമായി പോവുക, ദുർബലമായി പോവുക എന്നത് ഗുരുതരമായ അപകടമാണ്, വലിയ ആപത്താണ്, പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്താണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ചത്. സൂറത്തുൽ കഹ്ഫിലെ 14-ാമത്തെ ആയത്താണ്, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി, അവരുടെ ഹൃദയങ്ങൾ കെട്ടുറപ്പുള്ളതാക്കി തീർത്തിരിക്കുന്നു. അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട അവരുടെ ചരിത്രം വിശദീകരിക്കുന്നതിനിടയിലാണ് അള്ളാഹു ഈ പറഞ്ഞത്. അസ്ഹാബുൽ കഹ്ഫ് നമുക്കറിയാം, ഗുഹാവാസികൾ. അവർ അള്ളാഹു പറയുന്നു, വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു നമ്മുടെ റബ്ബ് എന്ന് ആ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ പ്രഖ്യാപനം നടത്തി. അവർ പറഞ്ഞു, അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹുകളെയും നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ഒരാളെയും നമ്മൾ ആരാധിക്കുകയില്ല. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്, അത് സത്യത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കുകയില്ല, അവനെ മാത്രമേ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. ഇത് പറഞ്ഞ കാരണത്താൽ ആ ചെറുപ്പക്കാരുടെ ഹൃദയങ്ങൾ നാം കെട്ടുറപ്പുള്ളതാക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് നോക്കൂ നിങ്ങൾ. പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്താണ് പ്രതിസന്ധി? ഒരു നാട്ടുകാർ മുഴുവനും, ഭരണകൂടം മുഴുവനും എതിരായിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്നായിരുന്നു അവരുടെ അവകാശവാദം. അതിനുവേണ്ടി ഈ ചെറുപ്പക്കാരെ നിർബന്ധിക്കുന്ന അവസ്ഥയുണ്ടായി. അവർ ഏതാനും വിരലിലെണ്ണാവുന്ന ചെറുപ്പക്കാർ മാത്രമായിരുന്നു. ശക്തിയോ അധികാരമോ ഒന്നുമില്ലാത്ത ആളുകളാണവർ. എന്നിട്ടും അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ, ആകാശഭൂമികളുടെ റബ്ബായ നമ്മുടെ റബ്ബായ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കുകയില്ല, ഒരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകി, സ്ഥൈര്യം നൽകി, ധൈര്യം നൽകി. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ രക്ഷപ്പെടുത്തി. അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അതുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് എന്നവരെ കുറിച്ച് പറയാനുള്ള കാരണം. അൽ കഹ്ഫ് എന്നാൽ ഗുഹ എന്നാണ് അർത്ഥം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ ഉറക്കിക്കിടത്തുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9, 300 കൊല്ലം അതിൻ്റെ കൂടെ 9 ചേർത്ത്, അഥവാ 309 കൊല്ലം അവർ ആ ഗുഹയിൽ കഴിഞ്ഞുകൂടുകയുണ്ടായി. അവർ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉറക്കിക്കിടത്തി. 309 വർഷങ്ങൾക്ക് ശേഷം അവർ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അതിലൊരാളെ
പുറത്തേക്ക് അയക്കുകയാണ്, എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കാൻ. അപ്പോൾ പോകുമ്പോൾ മറ്റയാൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, പിടുത്തം കൊടുക്കരുത്. ഇദ്ദേഹം പുറത്തിറങ്ങി കടയിൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? ആളുകളാകെ അന്തം വിട്ടുപോയി, ആളുകളാകെ മിഴിച്ചു നിൽക്കുകയാണ്. ഇതേതാണ് നാണയം? ആരാണ് ആൾ? എന്താണ് സംഭവിച്ചത്? ആകെ അടിമുടി മാറിയിരിക്കുന്നു. അവരെ ഉപദ്രവിക്കാൻ വന്ന ഭരണാധികാരികളും ആളുകളും ഒക്കെ മാറി മുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ സഹായം നൽകി. നോക്കൂ നിങ്ങൾ, ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകി. അവർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സംഭവിച്ചതെന്താണ്? അവർക്ക് നിർഭയത്വത്തോടുകൂടി വീണ്ടും ആ നാട്ടിലിറങ്ങാനുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുത്തു. ഇതെന്തുകൊണ്ടാണ്? ഹൃദയത്തിന് സ്ഥൈര്യവും ധൈര്യവും ഉള്ളത് കൊണ്ടാണ്. അത് അള്ളാഹു നൽകേണ്ടതാണ്. ഹൃദയം ദുർബലപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ആ നാട്ടുകാർ അവർ പറയുന്നത് പോലെ ഷിർക്കിലും കുഫ്റിലും അകപ്പെട്ട് ശാശ്വതമായ നരകാവകാശികളായി തീരുമായിരുന്നു. പക്ഷെ അള്ളാഹു അവരെ സ്വർഗാവകാശികളാക്കി. ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ അവരുടെ ഈ ചരിത്രം ഓരോ മുസ്ലിമും പാരായണം ചെയ്യുന്നു. എപ്പോഴെങ്കിലും അല്ല, പിന്നെയോ എല്ലാ വെള്ളിയാഴ്ചയും, ഓരോ ആഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ, ഈ ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ആ ചരിത്രം നമ്മുടെ കണ്ണുകളിലേക്ക് വരും. ആ ചെറുപ്പക്കാർ പ്രഖ്യാപിച്ചതും അവർ ഓടി രക്ഷപ്പെട്ടതും ആ ഗുഹയിൽ അഭയം തേടിയതും 309 കൊല്ലം ഉറങ്ങിക്കിടന്ന് പിന്നീട് അവർ എഴുന്നേൽക്കുമ്പോൾ അവസ്ഥകളൊക്കെ മാറിയതും സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതിനേക്കാൾ വലിയൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് സ്ഥൈര്യവും ധൈര്യവും സഹായവും ഒക്കെ നൽകി. ശൈഖ് റഹിമഹുല്ലാ അതാണ് ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചത്. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി. ഹൃദയങ്ങൾക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകേണ്ടവൻ അള്ളാഹുവാണ്. അത് നൽകുക എപ്പോഴാണ്? അള്ളാഹുവിന് കീഴൊതുങ്ങിയാൽ, അള്ളാഹുവിനനുസരിച്ചാൽ. നേരെ മറിച്ച് ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞ മേന്മകൾ കിട്ടുകയില്ല. ഈ പറഞ്ഞ മഹത്തരമായ കാര്യം, സ്ഥൈര്യം, ധൈര്യം കിട്ടുകയില്ല. അങ്ങനെ ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ ദീൻ നശിച്ചു പോകും. അതുകൊണ്ടാണ് അത് വൻപാപങ്ങളിൽ ഒന്നായി തീർന്നത്. ദുർബലമായ ഹൃദയവും വെച്ച് നടന്നാൽ ഇന്നോ നാളെയോ അടുത്ത നിമിഷം ദീനിങ്ങനെ ഒരറ്റത്തായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ ഒരറ്റത്തിരുന്നിട്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുക. ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവർക്ക് നന്മകൾ കിട്ടിയാൽ, അവർക്ക് നല്ല കാര്യങ്ങൾ, നന്മകളൊക്കെ വന്ന് കിട്ടിയാൽ അവർ സമാധാനമടയും, സന്തോഷത്തിലായിരിക്കും, ദീനിൽ തന്നെ നിൽക്കും. വഇൻ അസാബതു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി, ഇനി അവർക്ക് വല്ല കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും ബാധിച്ചാലോ അവരതാ മുഖം തിരിഞ്ഞ് ഈ ദീനിൽ നിന്നും തെറിച്ചു പോകുന്നു. അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ദുനിയാവിന് വേണ്ടിയിട്ടാണ് പരീക്ഷണങ്ങൾ വന്നപ്പോൾ ദീൻ വലിച്ചെറിഞ്ഞത്. ദുനിയാവുമില്ല ആഖിറവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാകുന്നു വ്യക്തമായ നഷ്ടം. സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാം. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിനെ ഉറപ്പിച്ചു നിർത്തിയത് നമുക്ക് വലിയ പാഠമുണ്ടതിൽ. ഹൃദയം ദുർബലപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഖൗലുഹു തആല, ശൈഖ് റഹിമഹുല്ലാ അടുത്ത ആയത്ത് ഉദ്ധരിച്ചു. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്ന അൽകാദിബീൻ. സൂറത്തുൽ അൻകബൂത്തിലെ 1 മുതലുള്ള ആയത്തുകളാണ്. അള്ളാഹു ചോദിക്കുകയാണ്, ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുകയാണോ, ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞത് കാരണത്താൽ അവർ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? ഒരു നിലക്കും ഒരു പരീക്ഷണവുമില്ലാതെ, ഒരു മുസീബത്തും ബാധിക്കാതെ അവരെങ്ങനെ വെറുതെ വിട്ടേക്കപ്പെടും എന്നാണോ ജനങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം,
അവർക്ക് മുമ്പുള്ള ആളുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ്? ഫലയഅലമന്ന അല്ലാഹുൽ ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ആ പരീക്ഷണങ്ങളിലൂടെയാണ് സത്യസന്ധന്മാരായ യഥാർത്ഥ മുഅ്മിനീങ്ങളെയും വ്യാജന്മാരെയും നാം തിരിച്ചറിയുക, നാം പരീക്ഷിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്. ദുനിയാവെന്നത് പരീക്ഷണത്തിൻ്റെ കേന്ദ്രമാണ്. ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടുണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന പ്രഖ്യാപനത്തോടുകൂടി പിന്നെ ഒരു മുസീബത്തും വരികയില്ല എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരും, പല രൂപത്തിലായിരിക്കും മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക. അത് വ്യക്തികളിൽ നിന്നാവാം, പല രൂപത്തിലാവാം. അങ്ങനെ പരീക്ഷണങ്ങളൊന്നും വരാതെ അങ്ങനെ സുഖസുന്ദരമായി സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നൊരാളും കരുതേണ്ടതില്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ വേറെ ചില ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ വരുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഈമാൻ അപ്പോഴാണ് പുറത്തേക്ക് വരിക. വ്യാജവാദികളാണെങ്കിൽ, വ്യാജന്മാരാണെങ്കിൽ, കപടന്മാരാണെങ്കിൽ അവരുടെ ഈമാൻ അവിടെ ദുർബലപ്പെട്ടു പോകും. അതിനാണ് ഈ ആയത്ത് ഇവിടെ ഉദ്ധരിച്ചത്. ദുർബലമായ ഈമാൻ ഹൃദയം ദുർബലപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസീബത്തുകൾ വരുമ്പോൾ അവർ ദീൻ ഇട്ടെറിഞ്ഞ് പോയിക്കളയും. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉറച്ചു നിൽക്കും. അതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നേരത്തെ നമ്മൾ കേട്ടു അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയത്തിന് കെട്ടുറപ്പുണ്ടായിരുന്നു. ഒരു പരീക്ഷണം വന്നപ്പോൾ അവർ ഈമാൻ മുറുകെ പിടിച്ചു. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. പല രൂപത്തിൽ മുസീബത്തുകൾ വന്നേക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസീബത്ത് വരാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വരികയാണെങ്കിൽ ഉറച്ചു നിൽക്കണം. അത് പറയാൻ എളുപ്പമാണ്, അത് വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈമാൻ മുറുകെ പിടിക്കേണ്ടത്. അങ്ങനെ ഈമാൻ മുറുകെ പിടിച്ചാൽ രക്ഷപ്പെടാം. അതല്ല, ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ അതോടുകൂടി നമ്മുടെ ദീൻ പകരം നൽകേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ് ഈ ഹൃദയം ദുർബലപ്പെട്ടു പോയാലുള്ള കാര്യം എന്താണ്? ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പകരം കൊടുക്കേണ്ടി വരിക ദീനായിരിക്കും, അവിടെ ദുനിയാവായിരിക്കുകയില്ല. ദുനിയാവോ ഭൗതികമായ കാര്യങ്ങളോ അല്ല നമ്മൾ പകരം കൊടുക്കേണ്ടി വരിക, മറിച്ച് അവിടെയെല്ലാം ദീനായിരിക്കും. നമ്മൾ നോക്കൂ, ഒരു രോഗം വന്നാൽ, വലിയ പ്രയാസം അനുഭവിച്ചാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അള്ളാഹു അനുവദിച്ച രൂപത്തിൽ ചികിത്സ ചെയ്യാനും ഒക്കെ പറയുമ്പോഴും ചില ആളുകളുടെ മനസ്സിലേക്ക് വരിക എന്താണ്? ജാറങ്ങളിലേക്ക്, ബാവമാരുടെ അടുത്തേക്ക്, ബീവിമാരിലേക്ക് ചെന്നാൽ മാറ്റമുണ്ടാവും. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഷിർക്കിലേക്കാണ്. ആൾദൈവങ്ങളിലേക്ക്, ഷിർക്കിലേക്ക്, ജാറങ്ങളിലേക്ക്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മറുവശത്ത് നിന്ന് ക്ഷണിക്കുന്നുണ്ടാകും. നിന്റെ തൗഹീദും മുജാഹിദും സെൽഫിയൊക്കെ അവിടെ ഇക്കട്ടെ, ഒന്ന് വന്ന് കാണിച്ചാൽ ആ കുട്ടി രക്ഷപ്പെടൂലേ എന്നാണ് വിവരമില്ലാത്ത പല ആളുകളും വന്ന് ചോദിക്കുക. എന്നിട്ട് ഷിർക്കിലേക്ക് കൊണ്ടുപോയി ഉറുക്കും ഏലസും കെട്ടിയാൽ അള്ളാഹുവും അവൻ്റെ റസൂലും വിരോധിച്ച ഷിർക്കിൻ്റെ ഗുരുതരമായ അപകടങ്ങളിൽ ചെന്ന് പതിച്ചാൽ എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഖസിറത് ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ മാറ്റമുണ്ടാവോ? ഇല്ല, ആഖിറത്തും നഷ്ടപ്പെടും. ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടുമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, അത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് ഉറച്ചു നിന്ന ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ദുനിയാവിൽ ഒരുപക്ഷെ അവർക്ക് പ്രിയപ്പെട്ട, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാവട്ടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാവട്ടെ മരിച്ചു പോയാലും അവരും അവരുടെ കുടുംബക്കാരുമൊക്കെ ദീനിൽ ബാക്കി നിൽക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഹൃദയം ദുർബലപ്പെട്ടു പോയ ആളുകൾ ഇതുപോലെ ഷിർക്കിൻ്റെ, കുഫറിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ചെല്ലുകയും അതോടുകൂടി ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഈമാൻ ഉള്ളവരാണ് എന്ന് പ്രഖ്യാപിക്കലോടുകൂടി അവസാനിക്കുന്നില്ല, മറിച്ച് ദുനിയാവ് പരീക്ഷണത്തിൻ്റെ കേന്ദ്രമാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെട്ട പരീക്ഷണങ്ങൾ എത്രയാണ്. അത് നോക്കൂ, ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായ വിശാലമായ ചരിത്രത്തിൽ നിന്നും ഖന്ദഖ് യുദ്ധത്തിൻ്റെ വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, മുസ്ലിമീങ്ങൾ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു സംഭവമാണ് അഹ്സാബ് യുദ്ധം. കാരണം മദീനയ്ക്ക് ചുറ്റുമുള്ള എല്ലാ ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഒരുമിച്ച് വന്നു. സഖ്യകക്ഷികളെല്ലാം ഒരുമിച്ച് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കരാറിൽ ഏർപ്പെട്ട യഹൂദികളും വഞ്ചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും. അതാണ് അഹ്സാബ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ദുർബലമായ ഖൽബുള്ള ചില ആളുകളെ കുറിച്ച് പറഞ്ഞു. വഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, മുനാഫിഖുകൾ, ഹൃദയങ്ങളിൽ രോഗമുള്ള ചില ആളുകൾ അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ പറഞ്ഞു, മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അല്ലാഹുവും അവൻ്റെ റസൂലും നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ എന്നത് വഞ്ചനകൾ മാത്രമാണ്. ഇതാ പരാജയപ്പെടാൻ പോവാണ്, ഇതോടുകൂടി കഥ കഴിഞ്ഞു. അള്ളാഹു റസൂലും പറഞ്ഞത് നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മുനാഫിഖുകളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും അവിടെ വെച്ച് പറയുകയുണ്ടായി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ നേതാക്കന്മാരായ സഹാബികളെ കുറിച്ച് പറയുകയാണ്. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ, മുഅ്മിനീങ്ങൾ സഹാബികൾ ആ സഖ്യകക്ഷികളെ, സംഘങ്ങളെ കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു, മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവൻ്റെ റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വാഗ്ദാനം അത് സത്യസന്ധമാണ്. വമാ സാദഹും ഇല്ലാ ഈമാനൻ വ തസ്ലീമ, അവരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഈ വാക്ക് പറഞ്ഞ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? അത് കണ്ടപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാൻ അതവരെ കൂടുതൽ സഹായിക്കുകയുണ്ടായി. ഇതാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ പരീക്ഷണങ്ങളുടെ, പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ഹൃദയത്തിന് ഉറപ്പ് നൽകും. ഹൃദയം ദുർബലപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പറഞ്ഞത് ഏറ്റവും മോശമായ വാക്കാണ്. അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വഞ്ചനയുടെ വാക്കുകൾ പറയുകയില്ല. ഇത് നമ്മുടെ ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ ഈ രൂപത്തിലുള്ള വാക്കുകളായിരിക്കും പുറത്തേക്ക് വരിക. എന്നാൽ ഹൃദയത്തിൽ കെട്ടുറപ്പുണ്ടായാൽ, അള്ളാഹു സ്ഥൈര്യം നൽകിയാൽ, ഏത് തിരമാലകൾ മുന്നിലേക്ക് വന്നാലും പറയാനുള്ളത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം അത് സത്യമാണ്. ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. നിങ്ങൾ നോക്കൂ, ബദറിൻ്റെ ചരിത്രം, ബദർ യുദ്ധത്തിൻ്റെ ചരിത്രത്തിലും ഇതുപോലെ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയം ഉറപ്പിച്ചു നിർത്തിയാലല്ലാതെ, കെട്ടുറപ്പ് നൽകിയാലല്ലാതെ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ശൈഖ് അടുത്ത ആയത്ത് ഉദ്ധരിക്കുന്നു. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഖാലു യാ മൂസ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ അൽ ആയ, അവർ അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ പറഞ്ഞു, ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, തീർച്ചയായും അവിടെ നല്ല ശക്തിയുള്ള, ശക്തന്മാരായ, അതുപോലെ അതിക്രമകാരികളായ ആളുകളുണ്ട്. വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജു മിൻഹാ, അവർ അവിടെ നിന്ന് പുറത്തു കടക്കുന്നത് വരേക്കും ഞങ്ങൾ അവിടേക്ക് പ്രവേശിക്കുകയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ ചെല്ലുകയാണ് ആളുകളെയും കൂട്ടിയിട്ട്. ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ, ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കൂടെയുള്ളവരോട് പറയുകയുണ്ടായി. ദുർബല ഹൃദയങ്ങളുള്ള ആ ആളുകളുടെ വാക്കാണിത്. അവർ പറഞ്ഞു, മൂസ, അവിടെ ജബ്ബാറുകളായ അഥവാ വലിയ ശക്തന്മാരായ, മല്ലന്മാരായ, അതിക്രമകാരികളായ ആളുകളുണ്ട്. അവർ പുറത്തിറങ്ങിയാൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ അത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോയത്. പക്ഷേ അവരുടെ വാക്കിതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ
ശേഷം പറയുകയുണ്ടായി, അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാക്ക് നോക്കണം. അവർ പറഞ്ഞു, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ, അവിടെ ഈ പറഞ്ഞ ആളുകളെ കൊണ്ട് അവർ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ കയറാം. ഒരു കാര്യം ചെയ്തോ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ. നഊദു ബില്ലാഹ്. എന്താണ് ആ വാക്ക് നോക്കൂ നിങ്ങൾ. ഒരു റസൂലിനോടാണ് ഈ പറയുന്നത്. ഒരു റസൂലിനോട് ദുർബല ഹൃദയങ്ങളുള്ള ആളുകൾ പറഞ്ഞ വാക്കാണിത്. അതിനാണ് പറഞ്ഞു നോക്കൂ, ഹൃദയം ദുർബലപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ ഇതുപോലെയുള്ള നന്ദികേടിൻ്റെ വാക്കുകളാണ് പുറത്തേക്ക് വരിക. ഒരു റസൂലിനോട് പറയുകയാണെന്ത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ. എന്നിട്ടോ അവിടെ നിർത്തിയോ? ഇല്ല, ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറയാൻ മാത്രമുള്ള ധിക്കാരത്തിൻ്റെ വാക്കുകൾ അവരുടെ നാവിലൂടെ പുറത്തു വന്നത് എന്തുകൊണ്ടാണ്? ദുർബലമായ ഹൃദയം ഉള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് ബദറിൻ്റെ ചരിത്രം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും നമുക്കറിയാം. 300 ചില്ലാനം വരുന്ന സഹാബികൾ, മുസ്ലിമീങ്ങൾ, 1000-ഓളം വരുന്ന ശത്രുക്കൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൂടിയാലോചിച്ചു. അൽ മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബിയേ, അങ്ങ് മുന്നോട്ട് ഗമിക്കുക, ഞങ്ങൾ കൂടെയുണ്ട്. അദ്ദേഹം മുഹാജിറാണ്, മക്കയിൽ നിന്ന് വന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം വെച്ചത് ആരെയാണ്? മദീനയിലുള്ള ആരെങ്കിലും പറയട്ടെ എന്നാണ്. കാരണം മദീനക്ക് പുറത്താണ് ബദർ. മദീനയിലെല്ലാ സഹകരണങ്ങളും സഹായവും ചെയ്യാമെന്നാണ് കരാർ. മദീനയുടെ പുറത്ത് ഒരു കരാറില്ല. അതുകൊണ്ട് മദീനക്കാർ എന്തു പറയുന്നു എന്നറിയാൻ അവിടുന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയുണ്ടായി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, നബിയെ, അങ്ങ് ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളോടാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് മുന്നോട്ട് ഗമിക്കുക. അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമ് അദ്ദേഹത്തോട് പറഞ്ഞതുപോലെയുള്ള ഒരു വാക്ക് ഞങ്ങൾ പറയുകയില്ല. വല്ലദീ ബഅസക ബിൽ ഹഖ്, ഏതൊരുവനാണോ ഹക്കുമായി താങ്കളെ പറഞ്ഞയച്ചത് ആ അള്ളാഹു തന്നെ സത്യം. ലനുഖാതിലന്ന ബൈന യദൈക്, നബിയെ, താങ്കളുടെ മുന്നിൽ നിന്നും, വഅൻ യമീനിക്, താങ്കളുടെ വലതുഭാഗത്തു നിന്നും, വഅൻ ഷിമാലിക്, താങ്കളുടെ ഇടതുഭാഗത്തു നിന്നും, വമിൻ ഖൽഫിക്, താങ്കളുടെ പിന്നിൽ നിന്നും ഞങ്ങൾ താങ്കളോടൊപ്പം പോരാടുന്നതാണ്. ഹത്താ യഫ്തഹ അല്ലാഹു അലൈക്, അള്ളാഹു താങ്കൾക്ക് വിജയം നൽകുന്നത് വരെ. ഞങ്ങൾ ഒരിക്കലും ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ മൂസ, ഞങ്ങളോട് ഇരിക്കട്ടെ എന്ന് അവർ പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല നബിയെ. നോക്കൂ, ദുർബല ഹൃദയങ്ങളുള്ള ആളുകളുടെ വാക്കാണ് ഈ പറഞ്ഞത്. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ. എന്നാൽ അള്ളാഹു ഹൃദയത്തിൽ സ്ഥൈര്യവും ധൈര്യവും നൽകിയ മുഅ്മിനീങ്ങൾ, സഹാബികൾ, അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. ബദർ വിജയിച്ചടക്കി. ബദറിൻ്റെ രണാങ്കണം അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് നൽകുകയുണ്ടായി. സഹോദരങ്ങളെ നോക്കൂ, ഈ ദുർബല ഹൃദയം ഉണ്ടായാലുള്ള അപകടത്തിൽപ്പെട്ടതാണിത്. ആരോടാണ് എന്താണ് പറയേണ്ടത് എന്നവർക്ക് ബോധ്യമില്ലാതെയായി. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ചും മോശമായ വാക്കുകളാണ് അവർ പ്രയോഗിച്ചത്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അടുത്ത ഒരായത്ത് ഉദ്ധരിക്കുന്നു, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ് അൽ ആയ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫഇദാ ഊദിയ ഫില്ലാഹി ജഅല ഫിത്നതന്നാസി കഅദാബില്ലാഹ്, അള്ളാഹു പറയുന്നു, അവരെങ്ങാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെട്ടാൽ ജനങ്ങളുടെ ഉപദ്രവത്തെ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ പോലെ കാണും. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയും. പക്ഷേ പരീക്ഷണങ്ങൾ വന്നാൽ, ജനങ്ങൾ ഉപദ്രവിച്ചാൽ, ജനങ്ങളുടെ ഉപദ്രവമാണ് അവർക്ക് ഏറ്റവും ഉപദ്രവകരമായി പ്രയാസമായി തോന്നുക അള്ളാഹുവിൻ്റെ ശിക്ഷയേക്കാൾ. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു എന്ന് പറയും. പക്ഷേ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ, ജനങ്ങൾ ഉപദ്രവിക്കും, ജനങ്ങൾ ചിലപ്പോൾ കുത്തുവാക്കുകൾ പറയും,
ചിലപ്പോൾ പ്രയാസപ്പെടുത്തും, ചിലപ്പോൾ നാട് കടത്തും, ചിലപ്പോൾ പുറത്താക്കും. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ വരുമ്പോൾ അവർക്ക് ഏറ്റവും പ്രശ്നമായി തോന്നുക ഏതാണ്? ജനങ്ങൾ ഉപദ്രവിക്കുന്ന ആ ഉപദ്രവവും അവരുടെ ഭീഷണിയും അവരുടെ പ്രശ്നങ്ങളുമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയേക്കാൾ അവർക്ക് പ്രയാസമായി തോന്നുക. അള്ളാഹുവിൻ്റെ അദാബും ജനങ്ങൾ ഉപദ്രവിക്കുന്ന ഉപദ്രവവും അവർ ഒരുപോലെയായി കാണും. അത് ഖൽബ്, ഹൃദയം ദുർബലപ്പെട്ടത് കൊണ്ടാണ്. കാരണം തൊട്ടു മുന്നേ നമ്മൾ ചരിത്രം കേട്ടു, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം. അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളുടെ ചരിത്രം. എത്ര ഉപദ്രവങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ വന്നപ്പോഴും അത് വ്യക്തിജീവിതത്തിലാവട്ടെ അതല്ലാത്ത മേഖലകളിലാവട്ടെ അവരെ അതൊന്നും ദീൻ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചില്ല. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. തൗഹീദ് സ്വീകരിച്ചാൽ, സുന്നത്തിൻ്റെ വക്താക്കളായാൽ എല്ലാവരും പൂമാലയിട്ട് നമ്മെ സ്വീകരിക്കണം എന്നില്ല. പച്ച പരവതാനി വിരിക്കപ്പെട്ട ഒരു വഴി നമ്മൾ സ്വപ്നം കാണേണ്ടതില്ല. കാരണം നമ്മുടെ മുൻഗാമികൾക്കത് കിട്ടിയിട്ടില്ല. അള്ളാഹുവിൻ്റെ നബിമാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വയഖ്തുലൂനൽ അംബിയാഅ ബിഗൈരി ഹഖ്ഖിൻ, എത്രയോ നബിമാരെ അന്യായമായി അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്, 2 കഷ്ണമാക്കിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലിൽ നിന്നും മാംസം ഇങ്ങനെ വാർന്ന് ഈർന്നെടുത്തിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ മുൻഗാമികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഒരാൾക്ക് സംഭവിച്ചാൽ ഈ പറഞ്ഞ ഈമാനും അള്ളാഹുവിൻ്റെ അദാബും ഒക്കെ മറന്ന് ജനങ്ങൾക്ക് കീഴ്തുങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. എന്നത് എന്തുകൊണ്ടാണ്? ഖൽബ് ദുർബലപ്പെട്ടത് കൊണ്ടാണ്, ഹൃദയം ദുർബലപ്പെട്ടത് കൊണ്ടാണ് ഒരാൾക്കങ്ങനെ സംഭവിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദയത്തിന് കെട്ടുറപ്പ് നൽകിയാൽ, ഉറപ്പ് നൽകിയാൽ ഈ പറഞ്ഞ രൂപത്തിൽ വറബത്ന അലാ ഖുലൂബിഹിം എന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞ അവസ്ഥയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ദുർബലപ്പെട്ടു പോയാൽ തിരിച്ചായിരിക്കും. അങ്ങനെ തന്നെ തിരിച്ച് ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന, വന്ന വഴിയെ മടങ്ങിപ്പോകുന്ന അവസ്ഥയായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ നമ്മുടെ ഹൃദയം ദുർബലപ്പെട്ടു പോവാതിരിക്കാൻ, ദഈഫുൽ ഖൽബ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖൽബിന് ദഅഫുണ്ടാവാൻ പാടില്ല, ദുർബലത സംഭവിക്കാൻ പാടുള്ളതല്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ശരീരം ചെറുതാണെങ്കിലും അവൻ്റെ ഹൃദയം കെട്ടുറപ്പുള്ളതായിരിക്കണം. നേരെ മറിച്ച് നല്ല വണ്ണവും പൊക്കമുണ്ട്, പക്ഷേ ഹൃദയം ദുർബലമാണെങ്കിൽ അതിനെക്കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അവസാനമായി ഷെയ്ഖ് റഹിമഹുല്ലാ അവിടെ ഒരു ഹദീസ് ഉദ്ധരിച്ചു. വലഹുമ, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അൽ മുസ്ലിം, യഥാർത്ഥ മുസ്ലിം അഥവാ അള്ളാഹുവിന് വഴിപ്പെട്ട, അള്ളാഹുവിന് കീഴൊതുങ്ങിയ യഥാർത്ഥ മുസ്ലിം എന്നാൽ മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കൈകളിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കും. വൽ മുഹാജിർ, മുഹാജിർ അഥവാ ഹിജറ ചെയ്യുന്നവൻ, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, ആരാണോ അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ആരാണോ ഉപേക്ഷിക്കുന്നത്, അതിൽ നിന്ന് മാറി നിൽക്കുന്നത്, അവനാണ് യഥാർത്ഥ മുഹാജിർ, അവനാണ് യഥാർത്ഥ ഹിജറ ചെയ്തു വന്നവൻ. ഈ ഹദീസ് ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപൂർണമായ ഒരു സ്വഭാവ ഗുണമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കുക നാവിൽ നിന്നും കൈകളിൽ നിന്നും എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ സ്വഭാവ ഗുണം. അതേപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുക, അതിൽ നിന്ന് ഓടി അകലുക എന്നത് ഒരാളുടെ നല്ല ഇസ്ലാമിൻ്റെ അടയാളമാണ്.
ഈ നല്ല അടയാളങ്ങൾ, നല്ല മേന്മകൾ, നല്ല ഗുണങ്ങൾ കിട്ടുക ഹൃദയം അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയാലാണ്. ദുർബലമായ ഹൃദയങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് അവർക്ക് സാധിക്കുകയില്ല. തൻ്റെ ദീൻ സംരക്ഷിക്കാൻ, തൻ്റെ ദീൻ പാലിക്കാൻ, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക്, മഅസിയത്തിൽ നിന്ന് താഅത്തിലേക്ക്, അഥവാ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്. ഇങ്ങനെ ഒരാൾ ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഹിജ്റ. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കലാണ് യഥാർത്ഥ ഹിജ്റ. അത് ഒരാളുടെ ഹൃദയത്തിന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഈമാൻ ദുർബലപ്പെട്ടു പോയാൽ, കൽബ് ദുർബലപ്പെട്ടു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുകയില്ല. അയാൾ അള്ളാഹു വിലക്കിയതിലേക്ക് പതിയെ പതിയെ ചെന്ന് പതിച്ചു പോകും. അതാണ് തൊട്ടു മുന്നേ നമ്മൾ ഓതിയ വായിച്ച ആയത്തുകളെല്ലാം ചരിത്രം വിശദീകരിച്ചു. അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയ ഹൃദയം, അതിൻ്റെ ആളുകൾക്ക് മാത്രമേ റബ്ബിന് വഴിപ്പെടാനും അനുസരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അത് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഉറപ്പുള്ള ഹൃദയം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദുർബലമായ ഹൃദയം, അതുപോലെയുള്ള ഹൃദയങ്ങളിൽ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ അധ്യായത്തോടുകൂടി ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന തിന്മകൾ, വൻപാപങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. 14ഓളം അധ്യായങ്ങൾ ശൈഖ് ഇവിടെ ഉദ്ധരിച്ചു. ഇതിലെല്ലാം കൽബിന് ബാധിക്കുന്ന, ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമായ വൻപാപങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ഓടി അകലേണ്ട, രക്ഷപ്പെടേണ്ട തിന്മകളാണ്. അതോടൊപ്പം നോക്കൂ, ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പാഞ്ഞു വരാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.